ജോലി കഴിഞ്ഞു. ഇതിനാണോ? ഹലോ, നീ എന്ത് ചെയ്തു? ഗൗരി കഴുകാൻ പറഞ്ഞു, കഴുകി തവച്ചിട്ടുണ്ട്. നീ വീട്ടിലെ മുറ്റത്ത് വെള്ളം തളിക്കുന്നത് പോലെ തളിച്ചാലൊന്നും ശരിയാവില്ല. പാത്രം തേച്ച് കഴുകണം. ഓഹോ, ഓക്കെ ഓക്കെ. ഇങ്ങനെയല്ലേ? അയ്യോ, ഇങ്ങനെ നിന്ന് കഴുകിയാലേ നിന്റെ മുതുക് വളഞ്ഞ് അവസാനം മുത്തശ്ശിമാരെ പോലെ നടക്കേണ്ടി വരും. കളിയൊക്കെ ഒന്നും വേണ്ട. ആദ്യം ഇത് എങ്ങനെ കഴുകണമെന്ന് പറഞ്ഞതാ. ഞാൻ കഴുക, അവിടെ വെച്ചേക്ക്. എടുത്തി പോയി ദോശ ഉണ്ടാക്ക. പാചകോ? അത് തന്നെ വലിയൊരു തലവേദനയാ. ആ പലകെടുത്ത് ഇങ്ങോട്ട് വെച്ച് അതിലിരുന്നോണ്ട് പാത്രം തേക്കാൻ നോക്കും. പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങണം. ഇതേപോലെയാണോ? ഇതിനൊക്കെ മാത്രം ഒരു കുറവുമില്ല. നീ പാത്രം കഴുക. നിക്ക്, സാരിയുടെ തുമ്പ് ചിലപ്പോ നനയും. കഴുക്. എന്താ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നേ? അതെ, എന്താ, എന്തു പറ്റി? ഇത് വലിച്ചിവിടെ വയ്ക്കണമെന്ന് എന്നോട് പറയാറുന്നില്ലേ? നിങ്ങൾ എന്തിനാ കൈവച്ചത്? ഞാനിവിടെ കൈവച്ചു. നീ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? കൈ വെച്ചത് എവിടെയാണെന്ന് ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മരം മണ്ടൻ തന്നെ. അയ്യോ എടുത്തി, വേഗം പാത്രം കഴുക. അതെ അതെ, നീ പെട്ടെന്ന് കഴുകു. ലക്ഷ്മിയുടെ കൂടെ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും അവസാനിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് ഇരിക്കാം അറിയാം. എനിക്ക് ലക്ഷ്മി അല്ലാതെ വേറെ ആരെയും എൻ്റെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ കഴിയില്ല അറിയാം. ഈ പെണ്ണിനെ ഗർഭിണിയാക്കിയിരിക്കുകയാണ് ഏട്ടൻ. എന്റെ സഹോദരിയുടെ കല്യാണക്കാര്യം ആയതുകൊണ്ട് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് എപ്പോ എനിക്ക് വിശ്വാസം വരുന്നോ ആ സമയത്ത് നമുക്ക് നല്ലൊരു മുഹൂർത്തം കുറിക്കാം. ഇതാണ് എന്റെ തീരുമാനം. ലക്ഷ്മി എനിക്ക് കല്യാണം കഴിച്ച് തന്നാൽ മാത്രമേ എൻ്റെ അനിയത്തി ശിവാനിയെ കുടുംബം നടത്താൻ അയക്കുള്ളൂ എന്ന് ഗൗതം സമ്മതിച്ചിട്ടുണ്ട്. നമ്മുടെ വിരലുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൽ കുത്തുന്നത് പോലെ ആ നമിതയെ കൂട്ടിക്കൊണ്ടുവന്ന് എൻ്റെ ആഗ്രഹത്തിൽ തന്നെ അവൾ മണ്ണുവാരിയിട്ടു. എടാ ദേവ, ഗൗതവുമായി കുടുംബജീവിതം നയിക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നീ ലക്ഷ്മി വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞാൽ അവൾക്കതിന് താല്പര്യവുമില്ല. അതുകൊണ്ടാണ് നീ ചെയ്ത കാര്യത്തിന് നിനക്ക് തന്നെ ഫലം കിട്ടാൻ പോകുന്നത്. നാട്ടുകൂട്ടം തീരുമാനിച്ചത് പ്രകാരം ശിവാനിയെ ഇവിടെ നിർത്താനും പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ നശിച്ചാലും അവൾ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ചെറിയ പ്രായം മുതൽ അവളെ വളർത്തി വലുതാക്കിയതിന് നമുക്ക് നല്ല ശിക്ഷയാണ് അവൾ തന്നിരിക്കുന്നത്. മുതലാളി മുതലാളി മുതലാളി, ഇപ്പൊ എന്താടാ തീ പിടിച്ചത്? തീ പിടിച്ചതൊന്നും അല്ല മുതലാളി. പിന്നെന്തിനാ വന്നത്? അതൊന്നുമല്ല, ഇവിടത്തെ കൊച്ചമ്മയെ കല്യാണം കഴിച്ചയച്ചില്ലേ, അവർ സമാധാനമായി ജീവിക്കുന്നെന്നാണോ കരുതുന്നത്? ശരിക്കും അവരെ ഹോട്ടലിൽ പണിയെടുപ്പിക്കുകയാ ചെയ്യുന്നേ. നീ എന്തായി പറയുന്നത്? അതെ മുതലാളി, ഈ വീട്ടില് രാജകുമാരിയെ പോലെ കഴിഞ്ഞ അവര് ആ വീട്ടില് വേലക്കാരിയേക്കാൾ മോശമായി പണിയെടുപ്പിക്കുന്നെന്നാ എല്ലാരും പറയുന്നേ. നമ്മളെ എതിർത്തതിന് അവള് അനുഭവിച്ചേ മതിയാവും. അവളെ തന്നെ ശിക്ഷിക്കുകയാണ്. സാരല്ല, വിട്ടേക്കച്ച. ആ ഗൗതം ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ എന്റെ മകളെയും അതുപോലെ അവിടെ ജോലി ചെയ്യിപ്പിക്കാൻ അവൻ ആരാ ധൈര്യം കൊടുത്തത്? അങ്ങനെയല്ല അച്ഛ. ദേവാ, നീ വാ, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാറിലിരുന്ന് പറയാം. മുതലാളിയോട് വെറുതെ പറയണ്ടായിരുന്നു. എന്താകുമോ എന്തോ. ഏട്ടാ, അമ്മാവൻ വരുന്നുണ്ട്. ഏടത്ത് ജോലി ചെയ്യുന്ന കണ്ട എന്താ പറയെന്നറിയില്ല.
ശിവാനി ഇപ്പോൾ ആ വീട്ടിലെ പെൺകുട്ടിയല്ല, ഞാൻ കെട്ടിക്കൊണ്ട് വന്ന എന്റെ പെണ്ണ. എന്റെ മകളെ നീ ഇപ്പോഴും ശത്രുവിന്റെ മകളായിട്ട് കാണുന്നതുകൊണ്ടാ നീ ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ കരുതുന്നു ഗൗതം. പോലീസ് സാറേ പറഞ്ഞാട്ടെ സാർ, ദോശ എടുക്കണോ അതോ വട എടുക്കണോ? കേർഡ് റൈസ് ഉണ്ടോ? ഇത് ടിഫിൻ സെന്ററാ. അത് രാവിലെ തന്നെ കേർഡ് റൈസ് എന്ന് ചോദിച്ച കഷ്ടാ. ഉച്ചയ്ക്ക് വന്നോ? നിങ്ങൾക്ക് ഞങ്ങൾ വിരുന്നൊരുക്കി ഞങ്ങൾ ആരാണെന്ന് കാണിച്ചു തരാം. എനിക്ക് മനസ്സിലായി. അതൊക്കെ പോട്ടെ, കല്യാണം എപ്പോഴാ? ഓ അതാണോ ദേവേട്ടൻ അങ്ങനെ ചോദിച്ചത്? അതെ ഗൗരി, എനിക്ക് നമിതയെ കല്യാണം കഴിക്കേണ്ടതല്ലേ. നാളെ ഒരു നല്ല മുഹൂർത്തം ഉണ്ടെന്ന് ജ്യോത്സ്യം പറഞ്ഞു. കല്യാണത്തിന് മുമ്പ് ഒരുപാട് ധൃതി കാണിച്ച ആളാ. കല്യാണത്തിനും അങ്ങനെ തന്നെയാണോ? എന്ത് ചെയ്യാനാ മോളെ, നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് തന്നെ നടക്കണ്ടേ. ഒരുപാട് നാളുകൾക്ക് ശേഷം നല്ല തീരുമാനമാണല്ലോ എടുത്തിരിക്കുന്നത്. നാളെ എല്ലാവരും കല്യാണത്തിന് വരണം. കല്യാണ ലെറ്റർ അടിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് എല്ലാവരെയും ഫോണിൽ വിളിച്ചാ പറഞ്ഞത്. തൽക്കാലം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു മാസത്തിൽ 2 കല്യാണ ലെറ്റർ അടിച്ചു എന്ന് നാട്ടുകാർ പറയും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തന്നെ ദേവൻ ചിലപ്പോൾ ബുദ്ധിമുട്ടും. ഗൗതം, ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് തെറ്റായിട്ട് എടുക്കരുത്. ഞാൻ എന്തായാലും കല്യാണം കഴിക്കാൻ പോവുക. അതുകൊണ്ട് നിനക്ക് ലക്ഷ്മിയുടെ കല്യാണം കൂടെ നടത്തിക്കൂടെ? എന്തായാലും കല്യാണം നടത്താതിരിക്കില്ല. ആദ്യം നല്ലൊരു ചെക്കനെ കിട്ടട്ടെ. പലവ്യഞ്ജനക്കട കത്തിയപ്പോ ഹോട്ടല് തുടങ്ങി. ഉടനെ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലേ? നീ എന്താ അങ്ങനെ പറയുന്നത് മോളെ? സമയം നല്ലതാണെങ്കിൽ ഒരു ദിവസം തന്നെ എത്ര കല്യാണം നടത്താം. ശശികുമാറിന് ലക്ഷ്മിയെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കില്ലേ? ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നെന്ന് വെച്ചാൽ ശശികുമാറിനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം. സത്യം പറഞ്ഞാൽ ശശികുമാറുമായിട്ടുള്ള ലക്ഷ്മിയുടെ വിവാഹം മുടങ്ങാതിരുന്നെങ്കിൽ ഈ സമയത്ത് അവർ തമ്മിലുള്ള വിവാഹം എപ്പോഴും നടന്നു കഴിയുമായിരുന്നു. അതുമാത്രമല്ല, ഞാൻ ലക്ഷ്മിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചത് എൻ്റെ അനിയത്തി ശിവാനി ഞാൻ തെറ്റ് ചെയ്തതെന്ന് ചൂണ്ടിക്കാണിച്ചത്. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സംഭവിച്ചതെല്ലാം സംഭവിച്ചു. മനസ്സിലൊന്നും വയ്ക്കാതെ നാളെ എൻ്റെ കല്യാണം കഴിഞ്ഞതും നല്ലൊരു മുഹൂർത്തം നോക്കി ശശികുമാറിൻ്റെയും ലക്ഷ്മിയുടെയും വിവാഹം നടത്തിവെക്കുക ഗൗതം. ആ പറഞ്ഞത് ശരിയാ. ശശികുമാർ സാറിനും ലക്ഷ്മിയേച്ചി ഇഷ്ടമാണല്ലോ. പിന്നെ എന്തിനാ മോളെ ആലോചിക്കുന്നത്? ചിലവിനെ പറ്റി ചിന്തിച്ചാൽ നല്ല ബന്ധങ്ങൾ ഇല്ലാതായി പോകും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം, വിട്ടേക്ക്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്കറിയാം ഗൗതം, നീ എന്നോട് സഹായം ചോദിക്കില്ലെന്ന്. നിന്റെ പിടിവാശി എനിക്കറിയാം. ആവശ്യം വന്നാ കടം മേടിക്കുമെന്നല്ലാതെ വല്യച്ഛനോട് എന്തായാലും ചോദിക്കാൻ വരില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രം പറയാം. നമ്മളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം. മനസ്സിലൊന്നും വെച്ചേക്കരുത്. അച്ഛാ, നമ്മൾ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ക്ഷമിക്കും. നല്ലത് മാത്രമേ അവരുടെ മനസ്സിലുണ്ടാവും. വാച്ച, നമുക്ക് പോവാം. അവസാനമായി ഒന്നുകൂടി ആലോചിച്ച് നോക്കാം. എന്താ ചേട്ടാ മുഖത്തൊരു വ്യത്യാസം കാണുന്നേ? ഇനി മഴ വല്ലതും പെയ്യോ ചേട്ടാ? ചേട്ടനൊന്നും മിണ്ടാതിരുന്നേ. നല്ല കാര്യമല്ലേ ഇപ്പൊ പറഞ്ഞത്? ജോത്സരെ, എന്റെ മകൻ ശശികുമാറിനും ലക്ഷ്മിക്കും നേരത്തെ കല്യാണം ആലോചിച്ചിരുന്നതാ. അതിനുശേഷമല്ലേ വേറെ ആരുടെയോ വാക്കുകളൊക്കെ കേട്ട് നിങ്ങൾ ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു പോയത്? ഞാൻ കുറച്ച് ധൃതി പിടിച്ച് തങ്കം പോലൊരു കുട്ടിയെ അന്ന് വിട്ടിട്ട് പോയി അബദ്ധം കാണിച്ചു. വീണ്ടും ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ച് ശശികുമാറിനെ നിങ്ങളുടെ മരുമകനാക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. വിധി എന്താണോ നിശ്ചയിച്ചിരിക്കുന്നത് അതേ സംഭവിക്കൂ. 6 മാസത്തിനുള്ളിൽ എൻ്റെ സഹോദരിയുടെ കല്യാണം നടത്തുമെന്ന് ഞാൻ വെല്ലുവിളിച്ചതാ. പക്ഷേ ആ വെല്ലുവിളി കൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്നും
അതിനൊക്കെ അതിൻ്റെതായ ഒരു സമയവും സാഹചര്യങ്ങളും പിന്നെ അതിന് പറ്റിയൊരു ബന്ധു ഒത്തുവരണമെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇതിൽ നിന്ന് തെറ്റിപ്പോയതും മറ്റൊരു സംബന്ധം വന്നതും അതും തെറ്റിപ്പോയതും വീണ്ടും നിങ്ങൾ വന്നതും ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അവസാനം നല്ലത് നടക്കാൻ പോകുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട് മനസ്സിന്. അത് ശരിയാ. ലക്ഷ്മിയെ മുറച്ചിറക്കൻ ദേവരാജൻ കല്യാണം കഴിക്കാൻ പോകുന്നതിൽ എത്ര പേര് സന്തോഷിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരുപാട് വേദനിച്ചു. ഇതുപോലൊരു കുട്ടിയെ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് കിട്ടുമെന്ന് ഞാൻ സങ്കടപ്പെട്ടു. പക്ഷേ ജോത്സ്യര് പറഞ്ഞ പോലെ വിധി അങ്ങനെയാണെങ്കിൽ ആർക്കും മാറ്റാൻ കഴിയില്ല. ശുഭം. ഗൗതം, നാളെ നല്ലൊരു മുഹൂർത്തമുണ്ട്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നാളെ തന്നെ ലക്ഷ്മിക്കും ശശികുമാറിനും കല്യാണം നടത്തിക്കോളും. ഓക്കെ ഏട്ടാ. ഇനി രണ്ട് കുടുംബങ്ങൾക്കും സമ്മതമായ സ്ഥിതിക്ക് കല്യാണം ഇനി അധികം നീട്ടണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നാളെ തന്നെ പോയി മുഹൂർത്തവും തീയതിയും കുറിക്കാം. എക്സ്ക്യൂസ് മീ. ഏയ് വേണ്ട വേണ്ട, ഇരിക്കിരിക്ക. ഞാനിപ്പോ പോലീസ് ഇൻസ്പെക്ടറായിട്ടല്ല വന്നിരിക്കുന്നത്, ഒരു ബന്ധുവായിട്ടാ വന്നത്. എന്താ ലക്ഷ്മി എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്? ക്ഷണിക്കാതെ വന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല അമ്മായി. വാ ഇരിക്കെ. നീ ഇരിക്കും മോളെ, ഇരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ തന്നെയാ വിചാരിക്കുന്നത്. നല്ല സമയം നോക്കി വിവാഹത്തിന് മുഹൂർത്തം കുറിച്ചുകൊണ്ടിരിക്കുമ്പോ ചോദിക്കാതെയും പറയാതെയൊക്കെ എന്തിനാ കയറി വന്നത്? എന്താടി നീ ഇങ്ങനെ പറയുന്നേ? എന്റെ ചേട്ടന്റെ മോളുടെ വിവാഹം നിശ്ചയിക്കുമ്പോ ഞാൻ വരണ്ടെന്നാണോ? അമ്മേ, അമ്മയ്ക്ക് വരാം. പക്ഷേ ഞാനിവിടേക്ക് വന്നതാണ് ഇവർക്ക് ഇഷ്ടപ്പെടാത്തത്. എന്നാൽ എൻ്റെ ജോലി മാറ്റി വെച്ചിട്ട് എൻ്റെ അമ്മയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നതിൻ്റെ കാരണം അറിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒരുപാട് സന്തോഷിക്കും. എന്താ അത്? ജോത്സ്യം പറഞ്ഞതുപോലെ നാളെ ഒരു നല്ല മുഹൂർത്തമുണ്ട്. പക്ഷെ ഞാനെന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നാളെ എനിക്കും നമിതയ്ക്കും വിവാഹം നടത്തി വെക്കാമെന്നാണ് അച്ഛനും അമ്മയും തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശശികുമാറിൻ്റെ ലക്ഷ്മിയുടെയും കല്യാണത്തിന് നാളെ കുറിച്ച മുഹൂർത്തം ക്യാൻസൽ ചെയ്യണം. ഞങ്ങൾ എന്തിനാ നീട്ടിവെക്കുന്നത് തനിയാ? അങ്ങനെ ചെയ്തേ പറ്റൂ. എന്താന്ന് വെച്ചാൽ, ഒരേ ദിവസം 2 കല്യാണം വെച്ചാൽ നമ്മുടെ ബന്ധുക്കളെ ഏത് കല്യാണത്തിന് വരണം എന്നുള്ള ആശയക്കുഴപ്പത്തിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ തവണ 2 കല്യാണം ഒരുമിച്ച് നടത്താനല്ലേ തീരുമാനിച്ചിരുന്നേ? നിങ്ങളുടെ അമ്മാവന്റെ നിർബന്ധം കൊണ്ട് അങ്ങനെ ചെയ്തേ. ലക്ഷ്മിയുടെ കല്യാണം എന്തിനാ ഞങ്ങള് നീട്ടി വെക്കുന്ന വല്യമ്മേ? അതിന്റെ കാരണം ഞാൻ പറയാം. കുട്ടിക്കാലം മുതലേ എൻ്റെ മുറപ്പെണ്ണ് ലക്ഷ്മിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതാ. എന്നാൽ അതിനുശേഷം ആഗ്രഹിക്കുന്നതിനൊരു യോഗ്യത വേണമെന്ന് നമിതയെ കല്യാണം കഴിച്ച് കുടുംബത്തിൻ്റെ മാനം സംരക്ഷിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ആദ്യം എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ ചേർന്ന് ലക്ഷ്മിയുടെയും ശശികുമാറിൻ്റെയും കല്യാണം നടത്തണം. എന്തു പറയുന്നു ഗൗതം? അമ്മായി, ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ശരി, അത് എൻ്റെ സഹോദരിമാരുടെ ജീവിതത്തിൽ സംഭവിച്ചായിട്ടേ അവർ ചിന്തിക്കൂ. കല്യാണം എന്ന് പറയുമ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ്. ആ ജീവിതം തുടങ്ങാൻ എൻ്റെ അഭിപ്രായങ്ങൾക്കോ തീരുമാനങ്ങൾക്കോ ഇവിടെ
യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് തന്നെ ഈ കല്യാണത്തെ ഒരു ദിവസമെങ്കിലും അങ്ങോട്ട് നീട്ടിവെക്കാൻ തീരുമാനം എടുക്കേണ്ടത് വേറെ ആരുമല്ല, എൻ്റെ സഹോദരി ലക്ഷ്മിയാണ്. ലക്ഷ്മി, നീ പറയുമോളെ. ഏട്ടാ, ദേവേട്ടനും ഗീതാമായും ഇവിടെ വന്ന് നമുക്ക് അവരോടുള്ള വിഷമം മാറ്റാനായി ശ്രമിക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കേണ്ടതല്ലേ ഏട്ടാ? അതുകൊണ്ട് അടുത്ത മുഹൂർത്തം നോക്കി നമുക്ക് തീയതി കുറിക്കാട്ടാ. പക്ഷേ നല്ല മുഹൂർത്തം ഉണ്ടാവണ്ടേ? മുഹൂർത്തമൊക്കെ ഉണ്ട്, നല്ലൊരു മുഹൂർത്തം തന്നെ ഉണ്ട്. നാളെ ദശമി, മറ്റന്നാൾ ഏകാദശി. പിന്നെന്താ, അടുത്ത ദിവസം തന്നെ ഫിക്സ് ചെയ്തേക്ക്. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അവരുടെ കല്യാണം നടത്താം. എന്ത് പറയുന്നു ഗൗതം? അങ്ങനെ ആവട്ടെ. താങ്ക്സ് ഗൗതം, താങ്ക് യു സോ മച്ച്. എൻ്റെ വാക്കിനെ നീ മാനിച്ചതിന്. വലിയമേ, ശിവാനി, വാ വലിയമേ. ശിവാനി, എന്തിനാടി എന്റെ കൈ പിടിച്ചിങ്ങനെ വലിച്ചോണ്ട് വരുന്നേ? വലിയമ ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ മകൻ ജീവിതകാലം മുഴുവൻ നമിതയുമായി കുടുംബം നടത്തുമെന്ന് തോന്നുന്നുണ്ടോ? എന്ത് ചോദ്യമാണ് ഇത്? എനിക്ക് എന്തോന്നറിയില്ല, ദേവേട്ടന്റെ സംസാരം കേൾക്കുമ്പോ ഒന്നും തന്നെ വിശ്വസിക്കാൻ തോന്നുന്നില്ല. ദേവേട്ടൻ പറയുന്നത് കേട്ടാ ഇതേപോലെ തന്നെ അവർ വേറെ ആരെയോ പറ്റിക്കാൻ പോകുന്നു. എനിക്ക് പേടിയുണ്ട്. അവനെ ഞാൻ ഇതുവരെ തല്ലിയിട്ടില്ല. പക്ഷേ കുട്ടിക്കാലം മുതലേ അവന് വളരെ നല്ല സ്വഭാവമായിരുന്നു. ഇതുവരെ അവൻ ഒരു തെറ്റുപോലും ചെയ്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല. നമിതയെ വഞ്ചിച്ചുവെന്ന് നീ തെളിവുകളോടെ നാട്ടുകൂട്ടത്തിൽ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അവനെ ആദ്യമായിട്ട് അടിച്ചത്. അപ്പോഴവൻ എന്റെ കാലിൽ വീണു. ഇനിമേലിൽ ആരെയും ജീവിതത്തിൽ വഞ്ചിക്കില്ലെന്ന് അവൻ എനിക്ക് വാക്ക് തന്നു. അവൻ അങ്ങനെ പറയുമ്പോ അവനോട് ക്ഷമിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു അമ്മയെ അല്ലെന്ന് തോന്നി. ഏട്ടൻ എപ്പോഴാ മനുഷ്യനായത്? ദേവേട്ടന്റെ സ്വയരൂപം എന്താണെന്ന് വല്യമ്മയ്ക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. വല്യമ്മയുടെ വയറ്റിൽ അദ്ദേഹം ജനിച്ചിരിക്കാം, പക്ഷേ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, ചെവി കൊണ്ട് കേട്ടതാ. ആഗ്രഹിച്ചത് സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോവും, അതിനുശേഷം ചവിട്ടി തേക്കും. നീ എപ്പോഴും ഇങ്ങനെയാ ശിവാനി. നിന്റെ സംശയം കാരണം ഞങ്ങൾക്കുള്ള വിശ്വാസത്തെ കൂടി നീ ഇല്ലാതെയാക്കും. എത്ര വലിയ ദുഷ്ടനാണെങ്കിൽ പോലും മനസ്സ് മാറിയാൽ അവരെ അംഗീകരിക്കണം. വല്യമ്മേ, 4 വാക്ക് അദ്ദേഹം നന്നായിട്ട് സംസാരിച്ചപ്പോ ഏട്ടൻ മാറിയെന്നാണോ വല്യമ്മ വിചാരിച്ചിരിക്കുന്നത്? വലിയച്ഛനെയും ദേവേട്ടനെയും ഞാൻ ഈ ജന്മം വിശ്വസിക്കില്ല. എന്താ നിന്റെ പ്രശ്നം? നിനക്കെന്താ അവനെ വിശ്വസിക്കാൻ പറ്റാത്തെ? ഇത്രയും നല്ലവനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാ ആരായിരുന്നാലും വിശ്വസിച്ചു പോവും. നാളെ എനിക്കും നമിതയ്ക്കും കല്യാണം നടത്തുമെന്ന് പറയും. അടുത്ത ദിവസം ലക്ഷ്മിയെ ശശികുമാറിന് കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് പറയും. ഈ കാര്യത്തിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ദേ നോക്ക് ശിവാനി, എല്ലാവരും ഒത്തൊരുമയോടെ നിന്നാലേ ഈ വിവാഹം നടക്കാവൂ എന്നതാ അവന്റെ ആഗ്രഹം. അവൻ പറയുന്നത് ശരിയാണെന്ന് എല്ലാവരും അംഗീകരിക്കുമ്പോ നിനക്ക് മാത്രം എന്താ ഇത്ര പ്രശ്നം? സ്വന്തം മകനായതുകൊണ്ട് ഇത്രയും അനുകമ്പ കാണിക്കരുത് വല്യമ്മേ. ജീവിതകാലം മുഴുവൻ ദുഷ്ടപ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും. എന്താ പറയുന്നതെന്ന് വെച്ചാ, രാവണനെ എത്ര ജന്മം എടുത്താലും രാമനാകാൻ ഒരിക്കലും കഴിയില്ല. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഈ വിവാഹം നടക്കുന്നത് വരെ എന്റെ മകനോട് ഇവൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. ചേച്ചി, ഇത് ഞാൻ എടുത്തോട്ടെ? നന്നായിട്ടുണ്ട്. ചേച്ചി, ഞാൻ ഈ ഡ്രസ് ഇട്ടോളാം. ഹാഫ് സാരി ഉടുക്കടി, നന്നായിരിക്കും. വേണ്ട, വേണമെങ്കിൽ ചേച്ചി എന്നെ എടുത്താ മതി. കല്യാണത്തിന് സാധാരണ ഡ്രസ് ഇട്ടാ നന്നായിരിക്കില്ല. ഏയ്, ലക്ഷ്മി ചേച്ചി പോലെ നമുക്ക് സാരി ഉടുത്താലോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുത്തോ. എന്താണെന്നറിയോ, നാളെ ഒരു കല്യാണം, മറ്റന്നേ ഒരു കല്യാണം. ഈ 2 ദിവസം നമ്മൾ സന്തോഷിച്ച് അടിച്ചു പൊളിക്കും. ഏട്ടന് നല്ലൊരു ഡ്രസ് ഇട്ടിട്ട് വേണം വരാൻ. ഞാൻ എത്ര നല്ല ഡ്രസ് ഇട്ടാലും മാവാട്ടുന്ന സമയത്ത് അത് ഊരി തന്നെ വെക്കണം. നന്ദു, നാളെയും മറ്റന്നാളും നമ്മുടെ ഹോട്ടൽ അവധിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഏട്ടൻ ഹോട്ടലിനല്ലേ അവധി എടുക്കുന്നേ? എനിക്കൊരിക്കലും അവധി തരാറില്ലല്ലോ. കല്യാണത്തിനും എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കാണുമല്ലോ. പിന്നെ നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? കല്യാണത്തിന് വരുന്ന ആൾക്കാരുടെ ദേഹത്ത് പനിനീര് തളിക്കാൻ തരുമെന്നോ?
അത് ലേഡീസിന്റെ ജോലിയാ, എന്റെ സെക്ഷൻ വേറെയാ. എടത്തി ഏത് സാരിയാ ഉടുക്കുന്നേ? എന്തിന്? എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? എന്താ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നേ? നാളെ ഏട്ടത്തിയുടെ ചേട്ടന്റെ കല്യാണമല്ലേ? നമ്മൾ എന്താ ധരിക്കുന്നേന്നുള്ളത് ഒരു പ്രശ്നമല്ല. നമ്മുടെ ദേവേട്ടൻ നമിതയെ കല്യാണം കഴിക്കോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.